വെട്ടിക്കവല ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി തലവൂർ അരിങ്ങട സ്വദേശി അനിൽ ആത്മഹത്യ ചെയ്യാനിടയായ സംഭവം അധ്യാപകരുടെ പ്രേരണ മൂലമാണെന്നാരോപിച്ച് മാതാവ് ലത അഡ്വക്കേറ്റ് TM ജാഫർ ഖാൻ മുഖേന പുനലൂർ കോടതിയിൽ ഹർജി നൽകി. വെട്ടിക്കവല ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ A. നൌഷാദ്, പ്രതാപ് ചന്ദ്രൻ, കോശി എന്നീ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കും ഹരിജന പീഡനത്തിനും പൗരാവകാശ ലംഘനത്തിനും കേസെടുക്കുവാൻ പുനലൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് A. സമീർ ഉത്തരവിട്ടു. ഹർജിക്കാരിക്ക് വേണ്ടി ഹാജരായ TM ജാഫർ ഖാൻ PCV ന്യൂസിനോട് വെട്ടിക്കവല ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അനിലിന്റെ തൂങ്ങിമരണത്തെ സംബന്ധിച്ച് ആ സ്കൂളിലെ പ്രിൻസിപ്പൽ A. നൌഷാദ്, പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രതാപ് ചന്ദ്രൻ, അധ്യാപകനായിട്ടുള്ള കോശി എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ഒപ്പം അൺടച്ചബിലിറ്റി ആക്ട് അനുസരിച്ച് അതിനോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിന് പുനലൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതാൻ ചെന്നപ്പോൾ ഹാൾ ടിക്കറ്റ് കൊടുക്കാതിരിക്കുകയും കുറഞ്ഞ സമുദായാംഗമായ അയാൾ പഠിച്ച് ജയിച്ച് ഒന്നും നേടാനില്ലെന്നും ഹരിജൻ സമുദായാംഗമായ അയാൾ പഠിച്ച് ജയിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് പ്രിൻസിപ്പളും മറ്റും അയാൾക്ക് ഹാൾ ടിക്കറ്റ് കൊടുക്കാൻ തയ്യാറായില്ല. 18ാം തീയതിയും 19ാം തീയതിയും 20ാം തീയതിയും 21ാം തീയതിയും ഹാൾ ടിക്കറ്റിനായി കുട്ടി സ്കൂളിലെത്തിയിട്ടും പ്രിൻസിപ്പളും അധ്യാപകരും കൊടുക്കാൻ തയ്യാറാകാഞ്ഞതിൽ മനംനൊന്ത് 22ാം തീയതി സ്വന്തം വീട്ടുവളപ്പിൽ ഉള്ള ഇതിൽ അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യയെ സംബന്ധിച്ച് അതിന് കാരണക്കാർ ഇവരാണെന്ന് കാണിച്ചുകൊണ്ട് മാതാവ് കുന്നിക്കോട് പോലീസിൽ പരാതി കൊടുത്തിരുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു, ജില്ലാ പോലീസ് സൂപ്രണ്ട് പരാതി കൊടുത്തു. യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. യാതൊരു നടപടിയും സ്വീകരിക്കാതിനെ തുടർന്നാണ് ഇന്ന് പുനലൂർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ സ്വീകരിച്ച കോടതി രേഖകളും മറ്റും പരിശോധിച്ചു. തെളിവുകൾ രേഖപ്പെടുത്തിയും അവരുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹരിജനങ്ങൾക്കെതിരെയുള്ള അട്രോസിറ്റിക്ക് എതിരായിട്ടുള്ള നിയമം, അസ്പൃശ്യതയ്ക്ക് എതിരായിട്ടുള്ള നിയമം തുടങ്ങിയ വകുപ്പുകളെല്ലാം അനുസരിച്ച് കേസെടുത്ത് അടിയന്തരമായി കേസെടുത്ത് നടപടി സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.